നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻട്രിക്കാണ് താരം. ബ്രസീൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തുമ്പോൾ ഗെയിം ചേഞ്ചറായിട്ട് കളിക്കളത്തിലേക്ക് വന്നത് അവനാണ്. 14 മിനിറ്റ് കളിക്കളത്തിൽ നിന്നിട്ട് പെനാൽറ്റി വിൻ ചെയ്തു. പിന്നെ ഒരു ഗോളിൻ്റെ അസിസ്റ്റും കൊടുത്തു. മനോഹരമായ പ്രകടനമാണ് എൻട്രിക്ക് നടത്തിയത്. ആഞ്ചലോട്ടിക്ക് അവനിലുള്ള വിശ്വാസം കൃത്യമായിട്ട് അവൻ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആഞ്ചലോട്ടി അത് കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയും ചെയ്തിരുന്നു. റയൽ മാഡ്രിഡിൽ അവൻ അവസരങ്ങളില്ലാതിരുന്ന ഘട്ടത്തിൽ ആഞ്ചലോട്ടിയുടെ ഉപദേശം അനുസരിച്ചാണ് അവൻ റയൽ വിട്ട് മറ്റൊരു ക്ലബിലേക്ക് പോയി അവിടെ വീണ്ടും പ്ലേയിങ് ടൈം അവൻ സമ്പാദിക്കുന്നത്. ഒരു ഘട്ടത്തിൽ സാബി അലോൺസോ പുറത്താകുമ്പോൾ റയലിൽ നിൽക്കുമോ എന്ന ചോദ്യം വന്നപ്പോഴും അവനില്ല, താൻ ഇത്തവണ ലോണിൽ പോവുകയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ആഞ്ചലോട്ടിയുടെ ബാക്കപ്പ് ഉള്ളത് കൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ആ പെനാൽറ്റി എൻട്രിക്ക് എടുക്കാൻ നിന്നപ്പോൾ ആഞ്ചലോട്ടി ഇഗോർ തിയാഗോക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൂവാൻ നിന്ന കുറേ ആളുകളുണ്ടല്ലോ. അവിടെ അങ്ങ് US സ്റ്റേഡിയത്തിൽ, ഇവിടെ ഇങ്ങ് കമൻറ്റ് ബോക്സിലും എൻട്രിക്കിനെ ഒന്നും ആഞ്ചലോട്ടി കാണുന്നില്ല എന്ന് പറയുന്നവർ കാര്യം മനസ്സിലാക്കാതെയുള്ള വായ്ത്താള മടിയാണ് എന്നേ പറയാനുള്ളൂ. കമൻറ്റിൽ എന്തും പറയാം, കൂവുന്നവർക്ക് കൂവുകയും ചെയ്യാം. പക്ഷേ ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. ആഞ്ചലോട്ടി ഉദ്ദേശിച്ചത് വേൾഡ് കപ്പിന് മുമ്പ് ടീമിനെ കൃത്യമായി പരീക്ഷിക്കാനുള്ളൊരു അവസരം എന്ന രൂപത്തിലാണ്. വേൾഡ് കപ്പ് കോളപ്പിന് മുമ്പ് ഇനി കളിയില്ല. എൻട്രിക്കിനെ ഇൻക്ലൂഡ് ചെയ്തു, എൻട്രിക്കിനെ കളിപ്പിച്ചു, എൻട്രിക്ക് അവൻ്റെ മികവ് കാണിച്ചു. ഇനി വേൾഡ് കപ്പിന് എൻട്രിക്കിനെ എടുക്കുക എന്നുള്ളതാണ്. പരിക്കൊന്നുമില്ലെങ്കിൽ അവൻ ഇതേ ഫോമൊക്കെ തുടരുകയാണെങ്കിൽ വേൾഡ് കപ്പിന് എൻട്രിക്കുണ്ടാകും. എൻട്രിക്കിൻ്റെ പ്രകടനം നോക്കുക. 14 മിനിറ്റാണ് അവൻ കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. ഒരു അസിസ്റ്റ്, ഒരു പെനാൽറ്റി അവൻ വിൻ ചെയ്തു. അതായത് ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു. 3 പാസുകൾ, 3 ആക്യുറേറ്റ്, 5 ഡ്യുവൽസ്, അതിൽ 3 വിൻ ചെയ്തു. 2 തവണ ഫൗൾ സഫർ ചെയ്തു. മനോഹരമായിട്ടുള്ള പ്രകടനം. കളി അവൻ അങ്ങ് തിരിച്ചു. ഒരു സംശയവും വേണ്ട, അവൻ പെനാൽറ്റി എടുക്കാൻ അവനെ കൊണ്ട് കഴിയും. അത് ആഞ്ചലോട്ടിക്ക് അറിയാം. പക്ഷേ ഇഗോർ തിയാഗോ, അയാൾ കൂടി വേൾഡ് കപ്പിന് പരിഗണിക്കുന്നുണ്ട് ആഞ്ചലോട്ടി. അയാൾക്ക് ഈ ഗോള് അയാളുടെ കരിയറിലെ ആദ്യ ഗോളാണ്. അത് വലിയൊരു ആത്മവിശ്വാസം നൽകും. ബ്രസീൽ ടീമിനായിട്ടുള്ള ആദ്യ ഗോൾ. സോ ടീമിനെ മൊത്തത്തിൽ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാനാണ് ആഞ്ചലോട്ടി ശ്രമിക്കുന്നത്. നോക്കുക, ആളുകൾ കൂവുമ്പോൾ എൻട്രിക്ക് ചെയ്യുന്നത് എന്താ? എൻട്രിക്ക് ആ ക്രൗഡിനോട് ആവശ്യപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യാനാണ്, ടീമിനെ സപ്പോർട്ട് ചെയ്യാനാണ്. എന്തായാലും 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 10-14 മിനിറ്റ് കൊണ്ട് കളിക്കളത്തിൽ തൻ്റെ മികവ് എന്താണെന്ന് കാണിച്ച എൻട്രിക്ക് തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കളിക്കാരനാണ് എന്ന കാര്യം ഉറപ്പാണ്. കാത്തിരിക്കാം എൻട്രിക്ക് വേൾഡ് കപ്പിൽ ബ്രസീലിനായിട്ട് മികച്ച പ്രകടനം നടത്തുന്നത് കാണാൻ വേണ്ടി. ഒരു സംശയം വേണ്ട, ഒരു നേച്ചുറൽ സ്ട്രൈക്കറാണ്. കളി ഏത് നിമിഷവും മാറ്റിമറിക്കാൻ കഴിയുന്നവനാണ്. ഔട്ട് ഓഫ് നത്തിങ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ്. അവൻ്റെ മികവ് ആഞ്ചലോട്ടിയോളം മനസ്സിലാക്കിയ മറ്റാരുണ്ട്? വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.